നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞ് ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും നീ സ്വയം തന്നെ ചെയ്തോണം. പുറത്ത് അലക്കുകല്ലുണ്ട്, അങ്ങോട്ട് ചെല്ല്. അമ്മേ, അമ്മ എന്തായി കാണിക്കുന്നേ? എന്തു പറ്റി? അമ്മ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാ. നിനക്ക് ജോലി തരാനുള്ള അധികാരങ്ങളൊന്നും അവക്ക് അവിടെ ഇല്ലടാ. ഓഹോ, അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോ ജോലി കിട്ടിയത്. അപ്പോ അവക്കവിടെ അധികാരം ഉണ്ടെന്നാണോ നീ പറയുന്നത്? ഇല്ലെങ്കിൽ ദേവിക ശുപാർശ ചെയ്യുമ്പോ എനിക്ക് അവിടെ ജോലി കിട്ടില്ലല്ലോ. അനീഷ്, എന്താടാ ഇത്? എന്തിനാ നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നത്? ഈ തർക്കത്തിലൊന്നും ഒരർത്ഥവുമില്ല. എന്തായാലും തനിക്ക് ജോലി കിട്ടിയല്ലോ, അത് നന്നായി. അനീഷേ, എന്തായാലും കിട്ടിയ ജോലി നഷ്ടപ്പെടാതെ പൊന്നുപോലെ നീ കാത്തു സൂക്ഷിക്കണം. പഴയ തട്ടിപ്പ് പരിപാടികളൊക്കെ നിർത്തി നല്ല രീതിയിൽ നീ നിന്റെ ജോലി നിർവഹിക്കണം. അതിലൊരു ഉത്തരവാദിത്വ കുറവും വീഴ്ചയും വരുത്തരുത്. ഇല്ല മുത്തശ്ശ, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഞാൻ വരുത്തില്ല മുത്തശ്ശ. അതാണ് വേണ്ടത്. നീ പഴയ പ്രവൃത്തികൾ ആവർത്തിച്ചാല് ദേവിയുടെ അഭിമാനമായിരിക്കും നഷ്ടപ്പെടുന്നത്. പകരം നീ ഭംഗിയായി ജോലി ചെയ്താല് അതിന്റെ അഭിമാനം ദേവിക്കുണ്ടാവും. ഞാൻ കാരണം ഇനി ഒരിക്കലും ദേവിക്കോ ഈ കുടുംബത്തിനോ ഒരു അഭിമാനക്കുറവ് ഉണ്ടാവില്ല മുത്തശ്ശ. നല്ലത്. പിന്നെ നീ നിന്റെ ചീട്ടുകളെയും ചൂതാട്ടവും എല്ലാം നിർത്തിക്കൊള്ളണം. നിർത്തി മുത്തശ്ശ, അതൊക്കെ ഞാൻ എന്നേ നിർത്തി. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല, അത് ഓർമ്മ വേണം. മാത്രമല്ല, ഇനി നീ കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കാൻ ഒരുങ്ങിയ നിന്നെ ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. വേണ്ട വേണ്ട വേണ്ട, ഇനി നീ ഒന്നും മിണ്ടണ്ട. നീ വളം വെച്ചു കൊടുത്തതുകൊണ്ടാ ഇവൻ ഇങ്ങനെ ആയിപ്പോയത്. ഇനിയെങ്കിലും അവൻ രക്ഷപ്പെടട്ടെ. മുത്തശ്ശ, അനീഷേട്ടൻ പഴയതുപോലെ ഇനി തെറ്റ് കാണിച്ച മുത്തശ്ശന് ഇഷ്ടമുള്ള ശിക്ഷ അനീഷേട്ടന് കൊടുത്തോളൂ. അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. ദേവികേ, എന്താ ഇത്? തുണികൾ അലക്കാൻ. നീ വലിയ കാര്യത്തിൽ വെല്ലുവിളി ഏറ്റെടുത്തല്ലേ? ആ സ്ഥിതിക്ക് ഈ തുണികളൊക്കെ നീ നിന്റെ കൈകൊണ്ട് തന്നെ വൃത്തിയാക്കണം. ഇല്ലെങ്കിലേ വെല്ലുവിളി സ്വീകരിച്ചത് വാഷിംഗ് മെഷീൻ ആയിരിക്കും. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ് ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും നീ സ്വയം തന്നെ ചെയ്തോണം. പുറത്ത് അലക്കുകല്ലുണ്ട്, അങ്ങോട്ട് ചെല്ല്. അമ്മേ, അമ്മ എന്തായി കാണിക്കുന്നേ? എന്തു പറ്റി? അമ്മ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാ. എന്തിനാ ദേവിക ഇങ്ങനെ ശിക്ഷിക്കുന്നേ? അത് നിനക്കറിയാലോ, പിന്നെന്തിനാ ഈ ചോദ്യം? ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. വെറുതെ അമ്മ ദേവികയെ ശാരീരികമായിട്ടും മാനസികമായും പീഡിപ്പിക്കുക. മാഡം വിഷമിക്കണ്ട. മാഡം കരുതുന്ന പോലെ എനിക്കിതിലൊരു പ്രയാസവും ഇല്ല. മുത്തശ്ശി ഇനി എന്ത് ശിക്ഷ വിധിച്ചാലും ഞാനത് നേരിട്ടോളാം. എന്റെ നിരപരാധിത്വം മുത്തശ്ശി ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ തെളിയിച്ചോളാം. മോളെ, ചേച്ചി സങ്കടപ്പെടണ്ട. എന്റെ സഹായത്തിന് ഞാൻ ചേച്ചിയോടൊപ്പം ഉണ്ടാവും. പറയൂ ചേച്ചി, ഞാൻ എന്താ ചെയ്യണ്ടേ? ഗോപു, ഇതെനിക്കുള്ള പരീക്ഷണാണ്. ഇതിലാരും എന്നെ സഹായിക്കാൻ പാടില്ല. എനിക്കാരുടെ ഒരു സഹായവും വേണ്ട. നിനക്കെന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാ. ചേച്ചി,
ഞാനിതെല്ലാം തനിയെ ചെയ്തോളാം. വെറുതെ വാചകം അടിച്ചു നിൽക്കാതെ പറഞ്ഞത് ചെയ്യ്. വേഗം ആവട്ടെ. ചേച്ചി ചേച്ചി മോളെ, അല്ല, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇയാളാരാ? ഞങ്ങൾ ഇന്നും ഇന്നലെ അല്ല ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ജോലിയെക്കുറിച്ച് താൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്തത് തെറ്റായതുകൊണ്ടല്ലേ ഞാനത് നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചത്. ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉള്ളത്? ഇപ്പൊ ഒന്ന് കയറിയല്ലേ ഉള്ളൂ. ഇവിടുത്തെ സിസ്റ്റത്തിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? ഒരു ചുക്കും അറിയില്ല. നേരിട്ട് ജോലിയിൽ കയറി എന്ന അഹങ്കാരത്തിൽ ഞങ്ങളെക്കാളും പ്രവൃത്തി പരിചയം ഉണ്ടെന്ന് താൻ കരുതരുത്. അല്ല, ഇവിടെ ജോലിക്ക് കയറാൻ മാത്രം തനിക്ക് എന്ത് യോഗ്യതയുള്ളത്? ഇയാളുടെ സഹോദരി കൊച്ചുമുതലാളിയുടെ ഭാര്യയാണെന്ന യോഗ്യത മാത്രമല്ലേ ഉള്ളൂ. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്താണോ എന്താ ഇവിടെ എന്താ പ്രശ്നം? സർ, ഞങ്ങളിവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഈ അനീഷ് കയറി വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കുക. ഇന്നലെ വരെ ഞങ്ങൾ ജോലി ചെയ്തിരുന്ന രീതികളൊക്കെ ഇന്നു മുതൽ മാറ്റണമെന്ന്. ഞങ്ങൾക്കത് മാറ്റേണ്ട കാര്യമില്ല സാറേ. വർഷങ്ങളായി ഞങ്ങൾ അങ്ങനെയല്ലേ ഇവിടെ പണിയെടുക്കുന്നത്. ഇവിടുത്തെ രീതികളനുസരിച്ച് ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ ഇയാൾ അത് കേൾക്കുന്നില്ല. ഞങ്ങൾ ഈ പറയുന്നൊന്നും അഹങ്കാരമല്ല സർ, അനുഭവം വെച്ചാ. അല്ല അഭി, ഞാൻ പറയുന്നത്. അനീഷേട്ടൻ ഒന്നും പറയണ്ട. ഇവരൊക്കെ 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാ. ഇവര് പറയുന്നത് അനീഷേട്ടൻ കേൾക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കുക വേണ്ടത്, അല്ലാതെ കൂടുതൽ തർക്കിക്കല്ല. അഭി, മാത്രമല്ല ഇവരൊക്കെ ഇവിടുത്തെ തൊഴിലാളികളല്ല. ഇവരെയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാ കാണുന്നത്. ഇവരുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം കൊണ്ടാ നമ്മുടെ കമ്പനി ഇത്രയും ഉന്നതിയിലെത്തിയത്. അതുകൊണ്ട് ഇവരർഹിക്കുന്ന അംഗീകാരവും ബഹുമാനവും അനീഷേട്ടൻ ഇവർക്ക് കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.